വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിട്ടിലം വെറൈറ്റി കുറച്ച് റോസുകളും അതേപോലെ തന്നെ അതിൻ്റെ കെയറും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ കുറച്ച് നല്ല അടിപൊളി വളങ്ങളൊക്കെ കൊടുക്കാം, അതേപോലെ തന്നെ എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ റോസ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും, അതേപോലെ കുറച്ച് പുതിയ ചെടികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് മിസ് ചെയ്യാത്തൊരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, റോസ് നല്ല കെയർ വേണ്ടുന്നൊരു ചെടിയാണ്. എന്നാൽ നമുക്ക് നല്ല കെയർ കൊടുത്ത് ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മിശ്രിതം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അതായത് നീർവാർച്ചയുള്ള മണ്ണും സ്വല്പം ചുവന്ന മണ്ണും അതിനകത്ത് വേണം. ചെങ്കല്ലിൽ മണ്ണും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ നല്ലപോലെ ദൃഢമായിട്ട് ആ വേരാഴ്ന്നിറങ്ങാനായിട്ടൊക്കെ നല്ലതാണ്. അന്നേരം അതിനകത്ത് ആ ഒരു മിക്സ്ചർ ഉണ്ടാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് മണ്ണും അടിഭാഗത്ത് വെള്ളം വാർന്ന് പോകാനായിട്ട് 2 പീസ് കല്ല് അല്ലെ ഓട് പീസ് ഇട്ടതിന് ശേഷം വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് നമ്മളെ ക്ലൈമ്പിംഗ് റോസിൻ്റെ വെള്ള നല്ല ഹെൽത്തി ആയിട്ട് ആ ക്ലൈമ്പിംഗ് സ്റ്റാൻഡിനകത്ത് ഇത് വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ്, അതായത് 3 കാല് കൊടുത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക, മേളിലൊരു സർക്കിൾ അടിച്ചു കൊടുക്കുക, അതിനകത്ത് നമുക്ക് ഇതേപോലെ നിർത്തി പൂ പിടിപ്പിക്കാൻ പറ്റും. അത് ഗ്യാരൻ്റി ആയിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ്, നല്ല വെയിലത്ത് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത കുറേ മാന്തൈകളാണ്, ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത മാന്തൈകൾ. അതേപോലെ തന്നെ ഇതൊരു ക്ലൈമ്പിംഗ് റോസാണ്, റെഡ് ക്ലൈമ്പിംഗ് റോസ്, ചെറിയ പൂവിൻ്റെ. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നമ്മളെ മദർ പ്ലാന്റ് കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലാന്റ് കൂടി നമ്മൾ മദർ പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തു. അതേപോലെ നിരന്തരമായി പൂക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മേടിച്ച് ഒരുപാട് പേര് ഇത് തൈകൾ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മെയിൻ മദർ പ്ലാന്റ് ആണ്. അതിനെ നമ്മളിപ്പം ആ സ്റ്റാൻഡ് കാണുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സിമെൻറ്റ് ചട്ടിക്കകത്ത് ആ സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് വളർത്തി ഇതേപോലെ പടർത്തി എടുക്കുന്നതൊക്കെ നമ്മൾ അതിനകത്ത് കണ്ടു. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്ന പ്ലാന്റുകൾ. അതേ യെസ്റ്റർഡേ ടുഡേ ടുമാറോ 3 ദിവസം 3 പൂ പിടിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പ്ലാന്റാണ്. അതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നാണ് അതിൻ്റെ പേര്. 3 ദിവസം 3 കളറായിട്ട് തോന്നിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. പഴകും തോറും വേറെ കളർ. അതേപോലെ തന്നെ ഇത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടുള്ള തുമ്പർജിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെയുള്ള ഏരിയകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കുന്ന ഒരു പ്ലാന്റാണ്. നമ്മളെ ക്ലൈമറ്റിൽ അത്യാവശ്യം പൂ കാണും. നല്ല കളറാണ്, നല്ല ഡാർക്ക് യെല്ലോയിൽ റെഡ് കളർ വരുന്നൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഴിഞ്ഞ സെറ്റ് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത കൊളംബി മാവും കർപ്പൂരമാവും മല്ലിക മാവും ആണ് ഈ ഇരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ മദർ പ്ലാന്റ്, വലിയ പ്ലാന്റുകൾ, കായ്ച്ച പ്ലാന്റുകളൊക്കെ ഉണ്ട്. അന്നേരം അതിൻ്റെ ഒരു മീഡിയം റേഞ്ചിലുള്ള പ്ലാന്റുകളാണ് ആയിരിക്കുന്നത്. ഇത് അടുത്ത ഒരു ക്ലൈമ്പിംഗ് റോസ് ആണ്, റെഡ് ക്ലൈമ്പിംഗ് റോസ്. അടുത്തൊരു പ്ലാന്റ് നമ്മൾ ഇതേപോലെ തന്നെ ആദ്യമേ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി അതിനകത്ത് ഈ സാധനത്തിനെ പടർത്താനായിട്ടൊക്കെ അനുവദിക്കും. നന്നായിട്ട് പടരാനായിട്ട് വിടും. നല്ലപോലെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് ശിഖരം ഉണ്ടാവാനായിട്ട് അതിനെ നല്ലപോലെ വളരാനായിട്ട് അനുവദിക്കും. അതിനുവേണ്ടി നമ്മൾ ഫാക്ടംബോസ് കൊടുക്കും. ഒരു 15 തരി ഫാക്ടംബോസ് ഇട്ട് കൊടുക്കും. അത് കറക്റ്റ് ഇന്ന് ഫാക്ടംബോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, DAP എന്നറിയപ്പെടുന്ന ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കും. അത് പൂ പിടിക്കുന്ന ചെടികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഇൻഡോഫിൽ M45 മാസത്തിൽ ഒരിക്കൽ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 8 ഗ്രാം ഇട്ട് നല്ലപോലെ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മഴ സമയം ആയതിനാലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇൻസെക്റ്റ് വരാതിരിക്കാനായിട്ടുള്ള ഇൻസെക്ടിസൈഡും കൂടെ കൊടുക്കണം. ഏതെങ്കിലും നല്ല ഇൻസെക്ടിസൈഡ് മേടിച്ച് വയ്ക്കുക. നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഇൻസെക്ടിസൈഡ് ഏതാണോ അതെടുക്കുക. 1 ലിറ്റർ വെള്ളത്തിനകത്ത് 5 മുതൽ 8 വരെ. അത് ഒരുപാട് കീടങ്ങളുണ്ടെങ്കിലും, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഗ്രാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫംഗിസൈഡ് കൊടുക്കാനായിട്ട്. അത് കീടങ്ങളുടെയും ഫംഗസിൻ്റെയും തോതനുസരിച്ച് ഒരുപാട് നമ്മളെ കൊണ്ട് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഏകദേശം ഒരു 5 മില്ലി മുതൽ 8 മില്ലി വരെ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലയിപ്പിച്ച് മറ്റുള്ള ഫ്ലവർ പിടിക്കുന്ന, പൂക്കൾ പിടിക്കുന്ന ചെടികൾക്കും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെ അതിനകത്ത് നശിപ്പിച്ച് കളയാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നീട് റോസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണാനും. അത് കടലപ്പിണ്ണാക്ക് 1 പിടി എടുക്കുക, വേപ്പിൻ പിണ്ണാക്ക് 2 പിടി എടുക്കുക, 3 പിടി ചാണാൻ എടുക്കുക. ഒരു ചെറിയ ഒരു കൂജയ്ക്കകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെരുവത്തിനകത്ത് കാണാൻ ഇട്ട് വെച്ചേക്കുക. വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. നല്ലപോലെ മുഖം മൂടി ഒന്ന് കെട്ടുക. അതായത് വായുഭാഗം, പാത്രത്തിൻ്റെ വായുഭാഗം ഏതെങ്കിലും ഒരു ഇത് വെച്ച് പ്ലാസ്റ്റിക് വെച്ച് കെട്ടുക. കെട്ടിയതിന് ശേഷം ഒരു 3 ദിവസം 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് എല്ലാ ചെടിക്കും, മാവിന് പ്രത്യേകിച്ച് മാവിനൊക്കെ
കവറിലൊക്കെ നിർത്തിക്കുന്ന നമ്മളെ സെയിലിനുള്ള മാവാണ്. അതിനുൾപ്പെടെ നമ്മൾ കൊടുക്കും. അതേപോലെ നല്ല നിറച്ച് മാങ്ങ കിട്ടാനായിട്ടൊക്കെ അത് പ്രയോജനമാണ്. അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കൊടുക്കുക. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താമരയുടെ ചട്ടിയിലും ലൈറ്റായിട്ടൊരു ചെറിയ പേപ്പറിൽ മടക്കിയതിന് ശേഷം അടിയിലോട്ട് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിറച്ച് പൂക്കുന്നതായിരിക്കും. അതാണ്ട് ഇത് ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടഡ് വെറൈറ്റിയും വരുന്നുണ്ട്. നമ്മുടെ സാധാ ഡൈഅമോണിയം വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഏത് കിട്ടുന്നോ അത് യൂസ് ചെയ്യുക. നിറച്ച് പൂ പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ തന്നെ റോസിനകത്തും അതേപോലെ തന്നെ മുല്ല, പിച്ചി മുതലായിട്ടുള്ളതും ചെമ്പരത്തി എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. ഇതേപോലെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ലയിക്കുന്ന ഒന്നാണ്. അന്നേരം നന്നായിട്ട് പൂക്കാൻ വേണ്ടി അത് നമുക്ക് സഹായിക്കും. അതേപോലെ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം പറഞ്ഞുതരാം. യൂറിയ 2 ഗ്രാം, കൂടുതൽ വേണ്ടത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കലക്കുക. അതിനുശേഷം ഒരു 10 മില്ലി വീതം എല്ലാ ചെടികൾക്കും ലൈറ്റായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് പച്ചപ്പ് കിട്ടാൻ വേണ്ടിയും അതേപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന വളം മുഴുവനായിട്ട് ഈ ചെടി എടുക്കണമെന്നില്ല. അന്നേരം ഇതൊരു ഇഞ്ചക്ഷൻ പ്രോസസ്സായിട്ടാണ് കണക്കാക്കുന്നത്. യൂറിയ ലൈറ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വേരിലോട്ട് ഇത് തള്ളി കൊടുക്കും. ഇത് എപ്പോഴും ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ ഷോ ഒക്കെ വരുന്നതിന് ഒരു 30 ദിവസം ഒരു മാസം മുമ്പ് ഒക്കെയാണ് ലൈറ്റായിട്ട് ഇത് കൊടുക്കും. ലൈറ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ യൂറിയ ലൈറ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് വേരിൽ എഫക്റ്റ് ചെയ്യും. അത് നന്നായിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ടൊക്കെ ഉപകാരപ്പെടും. ജസ്റ്റ് ഒരു ചെടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതൊരു സാമ്പിളായിട്ട് ഒരു ചെടി എടുത്ത് വെച്ച് ലൈറ്റായിട്ട് ഒരു മാസത്തിൽ നമുക്കിതെല്ലാം പരീക്ഷണങ്ങളാണ്. നിങ്ങൾക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അത് ഉണക്കിക്കളയാതെയുള്ള രീതിയിലൊക്കെ ചെറുതായിട്ടുള്ള അടുത്ത് ഒരുപാട് കൃഷി ഓഫീസർമാരൊക്കെ ഉണ്ട്. നല്ല കൃഷി ഓഫീസർമാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അന്നേരം അവരുടെ അടുത്തൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് കൃഷി ഓഫീസർമാർ നിലനിൽക്കുന്നത് തന്നെ. അന്നേരം മാക്സിമം അവരും കൂടെ സപ്പോർട്ട് ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇനിയും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ മാക്സിമം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഇത് ഷെയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം നേരുന്നു.